കിട്ടും. കാരണം കഴിഞ്ഞ ജന്മം ഇതൊക്കെ തുടങ്ങി വെച്ചവർക്ക് വേഗത്തിൽ കിട്ടും. അല്ലാത്തവർക്കൊക്കെ കുറച്ച് കാലം മെനക്കെടണം. ഗീതയിൽ 3 ഉദാഹരണം പറയും. ഗീതയിലെ 3-ാം അധ്യായത്തിൽ പറയും. ഇത് നല്ല ഉദാഹരണങ്ങളാണ്. അതെന്ത് എല്ലാവർക്കും ഇതൊക്കെ നാമൊക്കെ ചൊല്ലിയാല് പെട്ടെന്നൊരു മാറ്റമൊന്നും ഇല്ലാത്തത്? ചിലരെന്താ ഇതൊക്കെ ഇട്ടിട്ട് പോകുന്നത്? ചിലർക്ക് അത് കൺസിസ്റ്റന്റ്ലി നിലനിർത്താൻ പറ്റാത്തത് എന്താ കാരണം? അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് 3 ഉദാഹരണം പറയണം. എന്തൊക്കെയാണ്? ധൂമേനാവ്രിയതേ വഗ്നി യഥാ തർപ്പോ മലേന ച യഥാ ഉൽബേനാവൃതോ ഗർഭ. ഇത് 3-ാം അധ്യായത്തിലെ ഏറ്റവും ഒടുവിലായിട്ട് ഒരു ലാസ്റ്റ് പോർഷനിൽ വരുന്നതാണ്. എനിക്ക് തോന്നുന്ന ഒരു ലാസ്റ്റ് പാർട്ടിൽ 3-ാം അധ്യായത്തിൽ വരുന്ന ശ്ലോകമാണ്. ധൂമേനാവ്രിയതേ വഗ്നി യഥാ ദർപ്പോ മലേന ച. എത്രാമത്തെ ശ്ലോകം? 38 ആണോ? 38. യഥാ ദർപ്പോ മലേന ച യഥാ ഉൽബേന ആവൃതോ ഗർഭ തഥാ തേനേതമാവൃതം എന്ന് പറഞ്ഞ അർത്ഥം 3 ഉദാഹരണങ്ങൾ നമുക്ക് എളുപ്പം മനസ്സിലാവും. ധൂമേന വ്രിയതേ വഗ്നി. അഗ്നി ധൂമത്താൽ ആവൃതം. നമ്മൾ തീ കത്തിച്ചാല്, വിറകടുപ്പിൽ തീ കത്തിച്ചാല് ആദ്യം ഒന്ന് തീ പിടിച്ച് പിന്നെ അങ്ങോട്ട് അല്ലാതെ അങ്ങോട്ട് പുകയും. ഈ പുക കൊണ്ട് തീ അങ്ങോട്ട് മൂടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പണ്ടത്തേക്ക് വീടുകാര്, വീട്ടിലുള്ള അമ്മമാരെന്ത് ചെയ്യും? ഒരു കുഴലെടുത്ത് ഊതി 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 ആ പുകയൊക്കെ ഒന്ന് മാറ്റി, ഇല്ലേ, ആ തീ പിടിപ്പിക്കും. ആണോ അല്ലയോ? അതല്ലേ ചെയ്യാനുള്ളത്, വേറെ എന്താ ചെയ്യാനുള്ളത്? വേറൊന്നും ചെയ്യാനില്ല. ഇതുപോലെയാണ് ചിലവരുടെ ഉള്ളിലുള്ള ആത്മീയ സംസ്കാരം. അത് ഉള്ളിൽ കഴിഞ്ഞ ജന്മം മുതല് കൊണ്ടു നടക്കുന്ന ഒരു വെളിച്ചമുണ്ട്. പക്ഷെ വാസനയാകുന്ന പുക മൂടിക്കിടക്കുന്നുണ്ട്. അങ്ങനെ വാസനയാകുന്ന പുക, മൂടി കിടക്കുന്ന പുക, ഈ തീയൊന്നങ്ങോട്ട് ഊതി 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 അത്തരം ആളുകൾക്ക് പെട്ടെന്ന് തീ കയറി പിടിക്കുന്ന പോലെ ഈ വാസനകളുടെ ശക്തി കുറഞ്ഞു വരും. ചിലവർക്ക് കുറച്ച് മെനക്കെടൽ കൊണ്ട് തന്നെ അവരുടെ ഉള്ളിലുള്ള പഴയ വാസനകളിൽ നിന്നും പുറത്തു കിടക്കാം. ചിലവർക്കാണെങ്കിലോ യഥാ ദർപ്പോ മലേനച്ച. ദർപ്പം എന്ന് പറഞ്ഞാൽ കണ്ണാടി, മലം എന്ന് പറഞ്ഞാൽ ഇവിടെ പൊടി എന്നർത്ഥം. അപ്പൊ നിങ്ങളൊരു 2-3 ആഴ്ചക്ക് വീട്ടിൽ നിന്നൊക്കെ വിട്ടു നിന്ന് കഴിഞ്ഞാൽ വീടിന്റെ ഉള്ളിലൊക്കെ എന്തുണ്ടാവും? പൊടി ഉണ്ടാവും. ഡൈനിങ് ടേബിളിലൊക്കെ പൊടി കാണാം നിങ്ങൾക്ക്. ഇതുപോലെ കണ്ണാടിയിലും പൊടി തട്ടിയിട്ടുണ്ട്, പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിലുള്ള ആ മോയിസ്ചർ, പൊടി, അന്തരീക്ഷത്തിലെ പൊടിയെ അവിടെ പിടിച്ചു വെക്കും, അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു നല്ല തുണിയെടുത്ത് തുടച്ചു വൃത്തിയാക്കും, അങ്ങനെയല്ലേ? ഇതുപോലെയാണ് ചിലവരുടെ ആ സാധന ചെയ്തതിന്റെ ആത്മശക്തി കണ്ണാടി പോലെ ഉണ്ട്. പക്ഷെ ആ കണ്ണാടിയുടെ മുകളിൽ പൊടി തട്ടിയതുപോലെ കുറച്ചൊന്ന് മറ്റത് ഊതുന്നതും തുടയ്ക്കുന്നതും. ഊതുന്നത് ഇത്തിരി പ്രയത്നം വേണ്ടു, പക്ഷെ തുടയ്ക്കാൻ കുറച്ചുകൂടി ഒന്ന് പ്രയത്നിക്കണം. എന്ന് വെച്ചാൽ ഒരു തുണി വേണം, കുറച്ച് മെനക്കണം. അതായത് കുറച്ചുകൂടി നിങ്ങൾ സത്സംഗങ്ങളും സാധനയൊക്കെ ചെയ്താലേ ഉള്ളിലുള്ള വാസനകളൊക്കെ പോകും. ആദ്യത്തെ ആൾക്ക് സ്വയം മെനക്കെട്ട് രക്ഷപ്പെടാം. മറ്റേ ആൾക്ക് അങ്ങനെ സ്വയം മെനക്കെട്ട് രക്ഷപ്പെട്ട് പോകാൻ ഇത്തിരി സമയമെടുക്കും. അപ്പൊ അവർക്ക് സത്സംഗം വേണം. ഇനി 3-മത്തതോ ഉൽബേന ആവൃതോ ഗർഭ. ഒരു ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുട്ടിയുടെ കാര്യം പറയാം. ഉൽബം എന്ന് പറഞ്ഞാല് പ്ലസന്റ് എന്നർത്ഥം. ഒരമ്മയുടെ ഗർഭത്തിൽ കിടക്കുന്ന കുട്ടി, ആ കുട്ടി സ്വതന്ത്രനല്ല. ആ കുട്ടി പ്ലസന്റയുടെ ഉള്ളിൽ കിടക്കുകയാണ്. ആണോ? പുറത്ത് വന്നാലേ ഈ കുട്ടിക്ക് അതൊന്നൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ തന്നെ മറ്റൊരു ഉറയുടെ ഉള്ളിലാണ്, കവറിന്റെ ഉള്ളിലാണ് ആരിയിരിക്കുന്നത്? കുട്ടി ഇരിക്കുന്നത്. അപ്പൊ കുട്ടിക്ക് പുറത്ത് കിടക്കണമെങ്കിൽ ഒരു 9 മാസം മിനിമം കാത്തിരിക്കണം. അതുവരെ അതിൻ്റെ ഉള്ളിൽ കിടക്കണം. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? ചിലവർക്ക് അവരുടെ വാസനയിൽ നിന്നും പുറത്ത് കിടക്കണമെങ്കിൽ കുറച്ച് കാലം മെനക്കെടണം.
കാരണം ആ വാസനയുടെ ശക്തി വളരെ കൂടുതലാണ്. എന്താ കൂടാൻ കാരണം പൂർവ്വജന്മങ്ങളിലൊന്നും ആത്മീയമായി കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ടോ ആ ഒരു വാസനാശക്തിയിൽ നിന്ന് ആ ജീവനൊന്ന് പുറത്തു കടക്കണമെങ്കിൽ ഒരു 9 മാസം കുട്ടിയുടെ കാര്യത്തിൽ ഇതെത്ര മാസം എന്ന് പറയാൻ പറ്റില്ല, എത്ര ജന്മം എന്ന് പറയാൻ പറ്റില്ല. ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാന്മാം പ്രപദ്യതേ വാസുദേവ സർവമിതി സമഹാത്മാസ് ദുർലഭ. ഇത് 7-ാമത്തേതില് 19-20 ശ്ലോകത്തിൽ വരുന്നതാണ്. ബഹൂനം ജന്മനാമന്തേ ജ്ഞാനവാന്മാം പ്രപദ്യതേ. ചിലവർക്ക് ജന്മങ്ങൾ തന്നെ വേണ്ടി വരും, ചിലവർക്ക് ഈ ജന്മം കൊണ്ട് തന്നെ രക്ഷപ്പെടാൻ സാധിച്ചു എന്ന് വരും. അതുകൊണ്ട് ഇതൊക്കെ നിസ്സാരമായിട്ട് എടുത്താല് എന്താ കുഴപ്പം? അടുത്ത ജന്മം വീണ്ടും ഇതൊക്കെ ചെയ്യണം. വാസനകളിൽ നിന്ന് പുറത്ത് കടക്കാതെ ഷോർട്ട് കട്ടുകളൊന്നും ഇല്ല. അപ്പൊ നമ്മൾ ഈ ജന്മം എന്ത് ആത്മീയത, എന്ത് നാമജപം, ഇതൊക്കെ അവഗണിച്ചു കഴിഞ്ഞാലോ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് നശിപ്പിക്കാൻ സാധ്യമല്ല. ദർ ഈസ് നോ മെഡിസിൻ ടു ഡിസ്ട്രോയ് ദ തോട്ട്സ്. നിങ്ങളുടെ തല നോക്കൂ, ഇത് ശ്രദ്ധിക്കുക. നമ്മൾ സ്വപ്നം കാണുന്നില്ലേ? ഉണ്ടോ? നിഷേധിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അപ്പൊ ഈ സ്വപ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന ചിന്തകളല്ലേ? ശ്രദ്ധിക്കൂ. ആണോ? ഈ ചിന്തകളെ നശിക്കാത്തത് കൊണ്ടല്ലേ സ്വപ്നങ്ങളായി വരുന്നത്, അല്ലേ? അപ്പൊ ഇനി ശ്രദ്ധിക്കുക നിങ്ങൾ. അപ്പൊ നമ്മൾ കൊണ്ടുവരുന്ന, ഞാൻ പറഞ്ഞു, ഒരു കൊച്ചു കുഞ്ഞുവാവ പോലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് ഈ ജന്മത്തിലല്ലേ. അപ്പം അത് പൂർവ്വ ജന്മത്തിലെ ആണെങ്കിൽ ഓരോ ജന്മങ്ങളിലും ഉണ്ടാക്കുന്നത് അടിഞ്ഞുകൂടി ഭാരം കൂട്ടണോ അതോ ഈ ഭാരം ഇറക്കി വെക്കണോ? ഏതാ വേണ്ടത്? അപ്പൊ ഇതിന് ഒരൊറ്റ വഴിയുള്ളൂ. ഈ ഭാരം കുറയ്ക്കാൻ അതിനെ നശിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ അതിനെ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവ് ആക്കാം. ആ ഇമോഷനെ നമുക്ക് ഇന്റലിജൻസ് ആക്കാം. അപ്പൊ നിരന്തരമായ ജപം കൊണ്ട് ഈ മനസ്സിന്റെ വാസനകൾ പരിവർത്തനം വരുമെങ്കിൽ നിനക്കിട്ട് നോക്കല്ലേ നല്ലത്. ആണോ? അപ്പൊ നമ്മുടെയൊക്കെ കുട്ടികളെ ചെറുപ്പത്തിൽ നാമജപം പഠിപ്പിച്ചിരുന്നെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ ഒരുപാട് മെച്യൂരിറ്റി ഉണ്ടാകുമായിരുന്നു. ഇപ്പോഴെന്താണ് മെച്യൂരിറ്റി ഇല്ലാതെ പോയത്? ഇന്റലക്ച്വലി ഇൻഫർമേഷൻസ് ഉണ്ട്. വിദ്യാഭ്യാസം കൊണ്ട് കുറെ പുസ്തകജ്ഞാനങ്ങളുണ്ട്, പക്ഷെ ഇമോഷൻ ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ട്, അതായത് ഇമോഷൻ ഒരു ഇന്റലിജൻസ് ആക്കാത്തത് കൊണ്ട് ആ ഇമോഷൻ, പൂർവജന്മ വാസനകൾ അതുപോലെ പെരുമാറുക. അതുകൊണ്ടാണ് എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും പഴയ സ്വഭാവത്തിൽ നിന്നും പറയൂ. ഇപ്പൊ നമ്മള് ഹിന്ദുക്കളൊക്കെ തെറ്റിദ്ധരിച്ചത് എന്താ അറിയോ? ഈ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മനുഷ്യൻ നന്നാവുന്നത്. പക്ഷെ നമ്മൾ അറിഞ്ഞില്ല, വിദ്യാഭ്യാസവും സ്വഭാവവും ബ്രെയിനിന്റെ 2 വ്യത്യസ്ത ഫങ്ഷനാണ്. മനസ്സിലായില്ലേ? വിദ്യാഭ്യാസം എന്നത് ഒരു ഇന്റലക്ച്വലിസമാണ്, ഇൻഫോർമേഷൻ ആണത്, അത് ട്രാൻസ്ഫോർമേഷൻ അല്ല. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? എന്നാൽ ഇമോഷൻ എന്നത് നമ്മുടെ ഉള്ളിൽ ഒരു കമോഷൻ ആവാതിരിക്കണമെങ്കിൽ പഴയ സ്വഭാവത്തിലെ നെഗറ്റീവിനെ നമ്മൾ പോസിറ്റീവ് ആക്കാൻ നിരന്തരം അവർക്ക് പറയൂ, നിങ്ങൾ പരിശീലിച്ചിട്ടില്ല എങ്കിൽ ഈ ഇമോഷൻ ഒരു കമോഷനാക്കും, കമോഷൻ ഒരു ഡിപ്രഷനാണ്. കുറെ കഴിഞ്ഞാൽ എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും പറയൂ കാര്യമില്ല. മനസ്സിലാവുണ്ടോ? ഞാൻ ഇന്നലെ ഇവിടുത്തെ പോയതിനു ശേഷം ഈ 2 ഡോക്ടറേറ്റ് എടുത്ത ഒരാളോട് സംസാരിക്കുന്നു. അയാളുടെ ഡിപ്രഷനിലാണ്. അയാൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ അയാൾ അനുഭവിച്ച കുറെ പ്രശ്നങ്ങൾ അയാൾ പറയുന്നു. അവിടുത്തെ ഫാക്കൽറ്റി ഡീനുകളൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ. 2 ഡോക്ടറേറ്റ് എടുത്ത ഒരാൾ അതെങ്ങനെ കുറേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ പ്രശ്നങ്ങൾ എല്ലാം ഒഫീഷ്യലി ഹൈ ലെവലിലുള്ള പ്രശ്നങ്ങൾ. ഇത് ഇയാളെ ഡിപ്രഷനാക്കി. ഇനിയിപ്പോ എങ്ങനെയാണ് ഇതൊന്ന് പുറത്തു കിടക്കുക? അപ്പൊ നോക്കൂ, ഇദ്ദേഹം പല സബ്ജക്റ്റിലും ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്, ഇദ്ദേഹം റാങ്ക് ഹോൾഡറാണ് യൂണിവേഴ്സിറ്റിയിൽ, ഇത്രയൊക്കെ ഇന്റലക്ച്വലി ഉണ്ട്.
പക്ഷെ ഒരു ഇമോഷണൽ ഒരു എന്താണ് ഒരു സെറ്റ് ബാക്ക് വന്നപ്പോ, ഒരു കമോഷൻ വന്നപ്പോ ആള് ഡിപ്രഷനിലേക്ക് പോയി. അപ്പൊ അത് എന്തുകൊണ്ട് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇമോഷനെ ഒരാള് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ പലരും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ മെന്റലി നമ്മളെ താളം തെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ ഒരു ഇന്റലിജൻസ് ഉണ്ടായിരുന്നെങ്കിൽ ആ നെഗറ്റീവ് എനർജിയെ മുഴുവൻ പോസിറ്റീവാക്കി മാറ്റിയിരുന്നെങ്കിൽ അനാവശ്യ ചിന്തകളെ നിയന്ത്രിക്കാൻ സാധിക്കുമായിരുന്നു. അതിനെ തടയിടാൻ പറ്റുമായിരുന്നു. അതിനെ നിയന്ത്രിക്കാത്തോണ്ടോ അതങ്ങോട്ട് സ്വാധീനിച്ചു. ഇപ്പൊ നോക്കൂ, വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ മറ്റുള്ളവർ പറയുന്ന കംപ്ലൈന്റുകളോ കുറ്റപ്പെടുത്തലുകളോ പരിഹാസങ്ങളോ ഇതൊക്കെ ഒരു വ്യക്തി അങ്ങോട്ട് മാനസികമായി പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊളിറ്റിക്സ് ഉള്ള സ്ഥലമാണ്, ഹയർ ലെവലില്. ഇപ്പൊ വൈസ് ചാൻസലർ, രജിസ്ട്രാർ, കൺട്രോളർ ഓഫ് യൂണിവേഴ്സിറ്റി, ഡീൻ എന്നൊക്കെ പറയുന്നിടത്തൊക്കെ വലിയ പൊളിറ്റിക്സ് ഉണ്ട്. അപ്പൊ പലപ്പോഴും അർഹതപ്പെട്ടവർക്കല്ല പലതും കിട്ടുക, സ്വാധീനമുള്ളവർക്കാണ് കിട്ടുക. ആണോ? അതൊക്കെയല്ലേ ഇപ്പൊ ഗവർണറും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. ആണോ? യൂണിവേഴ്സിറ്റി, സർവകലാശാല. അപ്പൊ ഇതൊക്കെ പലരും വിദ്യാഭ്യാസമുണ്ടെങ്കിലും അവർക്കുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അവർക്ക് അഭിമുഖീകരിക്കാൻ, അപ്പം അത്രയും വിദ്യാഭ്യാസമുള്ളവർക്ക് ഇതാണ് ഇഷ്യൂ എന്നുണ്ടെങ്കിൽ, ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ, സാധാരണക്കാരുടെ അവസ്ഥ എന്താണ് ചിന്തിക്കും. ഇത് നാളെ നമ്മുടെ കുട്ടികളെ അലട്ടാതിരിക്കണമെങ്കിൽ ഒരു കലക്കി എഫേർട്ട് വേണം. കുട്ടികളെയൊക്കെ അമ്പലത്തിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യിക്കണം? വിഷ്ണു സഹസ്രനാമവും ഈ ലളിതാ സഹസ്രനാമമൊക്കെ നമ്മുടെ കുട്ടികളെ എങ്ങനെങ്കിലും പരിശീലിപ്പിച്ചെടുത്താൽ അവർക്ക് കുറെ കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അവരുടെ മനസ്സിൽ പല പ്രശ്നങ്ങളും വരുമ്പോൾ അതിനൊക്കെ കുറെയൊക്കെ അവർക്ക് അഭിമുഖീകരിക്കാനും നേരിടാനും, അന്ന് നിങ്ങളോട് വളരെ താങ്ക്സ് ഉള്ളവരായിരിക്കും അവര്, വളരെ നന്ദിയുള്ളവരായിരിക്കും. കാരണം എനിക്കിതൊക്കെ കിട്ടിയിട്ടുള്ളത് ചെറുപ്പത്തിലെ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് തന്നൊരു പരിശീലനമാണ് എന്ന് കുട്ടികൾ പറഞ്ഞാൽ ഇതിൽ പരം വേറെന്തെങ്കിലും വേണോ? പറയൂ നിങ്ങൾ. ഇതിനൊക്കെയാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നെങ്കിലും പക്ഷെ ഹിന്ദുവിന് അത് ഉപയോഗിക്കാൻ അറിയുന്നില്ല. നമ്മളത് തൊഴുതുപോകൽ പ്രസ്ഥാനത്തിൽപ്പെടുത്തി. അതിന് പകരം ഒരിടത്തിരുന്ന് എല്ലാവരും എന്തു വേണ്ടിയിരുന്നോ? നാമജപ സംസ്കാരം വേണ്ടി വന്നു. മനസ്സിലായില്ലേ? അത് മുതിർന്നവരാണത് വഴിതെറ്റിച്ചത്. സത്യത്തിൽ നമ്മുടെ ഹിന്ദുക്കളിലെ മുതിർന്നവരെയൊക്കെ ചന്ദ്രനിലേക്ക് അയക്കേണ്ടവരാണ്. കാരണം ഇതൊന്നും പഠിച്ചതുമില്ല, മനസ്സിലാക്കിയതുമില്ല. അവർ തെറ്റായി ആചരിച്ചു. അപ്പൊ എന്തായി? മുമ്പേ ഗമിച്ചിടണം ഗോവു തന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളല്ല. നിങ്ങൾ വഴിതെറ്റിച്ചാൽ കുട്ടികളും വഴിതെറ്റി. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇതിന്റെ ഒരു ABCD അറിയാതെ പോയത്. അവരോട് ചോദിച്ചാൽ വല്ല ഉത്തരങ്ങളും ഉണ്ടോ? ഇതാരുണ്ടാക്കി വെച്ച് ഈ ദുരന്തം? മുതിർന്നവരുണ്ടാക്കി. കാരണം മുതിർന്നവർ ഇതിനെക്കുറിച്ചൊന്നും, അപ്പൊ നിങ്ങൾ പറയും ഞങ്ങൾക്ക് ആരും പറഞ്ഞു തന്നില്ല. അതാണ് നമ്മുടെ ഹിന്ദുക്കളുടെ ഗതികേട്. ഇതൊന്നും പ്രോപ്പർലി പറഞ്ഞു തരാൻ നമ്മുടെ ഇതിൽ സംവിധാനങ്ങൾ ഇല്ല. അപ്പൊ നമ്മളിതൊക്കെ ഒന്ന് പഠിക്കണം, മനസ്സിലാക്കണം. വേണ്ടയോ? ഇനിയെങ്കിലും നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ എന്ത് ചെയ്യണം? ഈ നാമജപത്തിനൊരു നല്ല പ്രാധാന്യം കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഹിന്ദു സമൂഹത്തിനിടയിലുള്ള ആത്മഹത്യകളും ലൈംഗിക പ്രശ്നങ്ങളും, മനസ്സിലായില്ലേ, അതുപോലെ തന്നെയുള്ള പലതരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും, ഇതൊന്നും നമ്മുടെ കുട്ടികൾക്ക് പുറത്തു കടക്കാൻ സാധിക്കില്ല. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? നിങ്ങൾ എത്ര ബുദ്ധിയിൽ അറിവ് നേടിക്കോളൂ, മനസ്സ് ശരിയാക്കി എടുത്തിട്ടില്ലെങ്കിൽ അറിവ് കൊണ്ടൊന്നും കാര്യമില്ല. തൽക്കാലമൊക്കെ കുറച്ച് രക്ഷപ്പെടും. പക്ഷെ പിന്നീടാണ് മനസ്സിലാക്കുക, എനിക്ക് പലതിനോടും പൊരുത്തപ്പെടാനും പലതിനോടും അഡ്ജസ്റ്റ് ചെയ്യാനും പലതിനോടും അക്കോമഡേറ്റ് ചെയ്യാനും മെന്റലി ഞാൻ ഡെവലപ്ഡ് അല്ല എന്നുള്ളത്. മനസ്സിലാവുണ്ടോ? വിദ്യാഭ്യാസം മാത്രം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ നോക്കൂ, ഒരുപക്ഷെ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഏറ്റവും സ്നേഹബന്ധങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നതാണ് പഴയ കാലത്തെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും അവരുടെയുള്ള റെസ്പെക്ട്, അവരുടെയുള്ള സ്നേഹബന്ധം എത്ര ഡീപ്പായിരുന്നു നോക്കൂ നിങ്ങൾ. ഇന്നിപ്പോ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എത്ര സ്നേഹമുണ്ടോ നോക്കൂ നിങ്ങൾ. ഈ ഷോ മാത്രമല്ലേ ഉള്ളൂ പലതും.
ആണോ? കൂടെ കിടക്കുന്ന സമയത്തുള്ള ബന്ധമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ബാക്കിയൊക്കെ കണക്കല്ലേ. ആരോ ചോദിച്ചു വിവാഹബന്ധം എന്ന് പറയുന്നത് എന്താണെന്ന്. ആരോ പറഞ്ഞത് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം പോലെയാണെന്ന്. അതെന്താണ് ഉക്രൈനും റഷ്യയും പോലുള്ള യുദ്ധം? അതായത് പകല് മുഴുവൻ യുദ്ധം, രാത്രി മുഴുവൻ സമാധാന ചർച്ചയും. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള വാർപ്പ് എങ്ങനെയാണ്? പകല് മുഴുവൻ യുദ്ധവും രാത്രി മുഴുവൻ. ഇതുപോലെയാണ് ഇപ്പോഴത്തെ കല്യാണം എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ രാത്രിയൊക്കെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നോളും, പക്ഷെ രാവിലെ രണ്ടും തുടങ്ങും മിസൈൽ ഇടല്. ഇല്ല, എന്തൊരു സത്യമാണെന്ന് പറയുന്നത്. ഒരു അച്ഛൻ, ഒരു മകൻ ചോദിച്ചു അച്ഛനോട്, അല്ല കല്യാണമൊക്കെ കഴിഞ്ഞാൽ ചെലവൊക്കെ കൂടില്ലേ അച്ഛ? അച്ഛൻ എന്ത് പറയണോ? അപ്പൊ അച്ഛൻ പറഞ്ഞ കല്യാണ ജീവിതം പറഞ്ഞാൽ കേരളത്തിലെ KSRTC ബസ് പോലെയാണ്. കേരളത്തിലെ KSRTC പോലെയാണ്. അതെന്താ അങ്ങനെ? ആ നഷ്ടത്തിൽ അതിന് വണ്ടി ഓടിക്കോളും. അതിലിപ്പോ ലാഭനഷ്ടങ്ങളൊന്നും നോക്കണ്ട, വണ്ടി അങ്ങനെ ഓടിക്കൊണ്ടേയിരുന്നോളും. അത്രയും പോരെ, കാര്യം പോരെ. ഇന്നുപോലെ പറഞ്ഞതുപോലെ ഇന്നിപ്പോ ആ വണ്ടി ഓടുന്നില്ല. അതാണ് നമ്മുടെയൊക്കെ കുട്ടികൾ അനുഭവിക്കുന്നത്. പഴയ കാലത്തൊക്കെ ആണെങ്കിൽ എങ്ങനെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഓടിച്ചോളും. ഇന്ന് ഈ വണ്ടി ഓടുന്നില്ല. കാരണം ഈഗോ, സ്വാർത്ഥത, അങ്ങനെ പലതും കൂടിപ്പോയി. ഉണ്ടോ? ഒരു മാറ്റം ഉണ്ടാക്കണം. നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ ഐക്യം ഉണ്ടാവണം. നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ ആ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ, മെന്റൽ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇമോഷൻ മാത്രം പോരാ, ഇന്റലിജൻസ് ഉണരണം. എന്ത് വേണം? ഒരു ഇന്റലിജൻസ് എനർജി വേണം. ഇന്റലിജൻസ് എനർജി വീക്കും, ഇമോഷണൽ എനർജി കൂടുതലുമായാൽ ഇന്റലക്ച്വലി എത്ര കേപ്പബിൾ ആയിട്ടും യാതൊരു കാര്യമില്ല. മനസ്സിലായില്ലേ? അതാണ് 3 ബ്രെയിൻ നമ്മളിലുണ്ടെന്ന് ലോകത്തിൽ പഠിച്ചത് ഹിന്ദുക്കളാണ്. ഇപ്പോഴും മോഡേൺ, ശ്രദ്ധിക്കണം, മോഡേൺ സൈക്കോളജിക്ക് ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനേ ഉള്ളൂ. പക്ഷെ ഭാരതീയ ഋഷിവര്യന്മാര് മൂന്നാമത്തെ ഒരു ബ്രെയിൻ, സെൻട്രൽ ബ്രെയിൻ, അതാണ് ശിവന്റെ തൃക്കണ്ണ്. ആ ചിത്രം തന്നെ നോക്കൂ, ശിവന്റെ മൂന്നാമത്തെ കണ്ണ് അല്ലേ? ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം. നോക്കൂ നിങ്ങൾ, ത്രയംബകം. ത്രയംബകം എന്ന് പറഞ്ഞാൽ തൃക്കണ്ണുള്ളവനെയാണ് എന്ത് പറയാ? ത്രയംബകം എന്നുള്ളത് വില്ലല്ല, ഇതിവിടെ ത്രയംബകാണ്. ശരിക്കും ത്രയംബകല്ല, ത്രയംബകം വില്ലാണ്. ഇത് ത്രയംബകാണ്. മൂന്നാമത്തെ തൃക്കണ്ണ് എന്നുള്ളത്. മൂന്നാമത്തെ അങ്ങനെയുള്ള ആ കണ്ണുള്ളവൻ, അത് തുറന്നാൽ പുഷ്ടിവർദ്ധനം. ജീവിതം എന്തായി? പുഷ്ടിവർദ്ധനം. അപ്പൊ ഇപ്പോ ലെഫ്റ്റും റൈറ്റും മാത്രമേ ഉള്ളൂ എന്നാണ് വെച്ചിരിക്കുന്നത്. അതിൽ ഒരു വശത്ത് കുറെ ഇൻഫർമേഷൻ, വേറെ വശത്ത് കുറെ ആസക്തികളും സ്വാർത്ഥതയും പഴയ സ്വഭാവം. അതിനെയൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ ഏത് തുറക്കണം? മൂന്നാമത്തെ ബ്രെയിൻ തുറക്കണം. ഈ മൂന്നാമത്തെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്തെടുക്കാനാണ് വിഷ്ണു സഹസ്രനാമങ്ങളൊക്കെ നിരന്തരം ചൊല്ലുന്നത്. അതുകൊണ്ട് അതൊക്കെ ഒത്തിരി ഗൗരവമായിട്ട് എടുക്കൂ. നാളെയും കൂടിയുള്ളൂ നമ്മുടെ സപ്താഹം. അത് കഴിഞ്ഞാൽ ഇത് പറഞ്ഞുതരാൻ ആരും ഉണ്ടാവില്ല. നിങ്ങൾ തന്നെ തീരുമാനിക്കണം ക്ഷേത്രങ്ങളൊക്കെ എങ്ങനെ കൊണ്ടു നടക്കണമെന്ന്. ഇന്നലെ നിങ്ങൾ കണ്ടു, നമ്മുടെ കേരള ഹൈക്കോടതി, കേരളത്തിലെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് എന്നൊരു ബെഞ്ചുണ്ട്, ഡിവിഷൻ ബെഞ്ച്. അവരിന്നലെ കർക്കശമായി പറഞ്ഞിരിക്കുകയാണ്, ക്ഷേത്ര ആചാര സംസ്കാരത്തിനല്ലാതെ ക്ഷേത്രം വേറെ ഒരു കാര്യത്തിനും ഉപയോഗിക്കരുത്. വളരെ കർക്കശമായി പറഞ്ഞിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇത് കലാപരിപാടി നടത്താനുള്ള സ്ഥലമല്ലത്, നിങ്ങൾക്ക് തോന്നിവാസം നടത്താനുള്ള സ്ഥലമല്ലത്. ഇത് ഹിന്ദുക്കൾ ഉണ്ടാക്കി വെച്ച പ്രശ്നമാണ്, അല്ലേ? അപ്പൊ നമ്മുടെ സംസ്കാരത്തെ നമ്മൾ കളഞ്ഞു വിളിച്ചപ്പം വേണ്ടാത്ത രാഷ്ട്രീയം അതിൻ്റെ അകത്ത് കയറി കൂടിയതാണ്. അത് ഹിന്ദുക്കൾ ഉണ്ടാക്കിയ തെറ്റാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതിനു വേണ്ടിയൊക്കെ ഒന്ന് ശ്രമിക്കുക. കോടതി പോലും ഞാൻ ഈ പറയുന്നതൊക്കെയാണ് ഇപ്പൊ കോടതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ കോടതിക്ക് മനസ്സിലായി ക്ഷേത്രം വെച്ചിരിക്കുന്നത് ഒരു മഹത്തായ സംസ്കൃതിക്ക്. പക്ഷെ ഹിന്ദുക്കൾക്ക് കൊണ്ടു നടക്കാൻ അറിയില്ല.
ഏതായാലും നാമജപ സംസ്കാരങ്ങളിലേക്കൊക്കെ തിരിച്ചു വരട്ടെ. നമുക്കിനി ധ്യാനമൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. എല്ലാവരും നിവർന്നിരിക്കുക. ഇത് നിങ്ങളുടെ ഡെയിലി പ്രാക്ടീസ് ചെയ്യണേ. കുട്ടികളെ കൊണ്ടൊക്കെ പ്രാക്ടീസ് ചെയ്യണം. കാല് രണ്ടും നിരത്ത് കംപ്ലീറ്റ് ഹീൽ വരെ പതിച്ചു വെക്കണം. നട്ടെല്ല് മാക്സിമം നിവർന്നിരിക്കണം. നട്ടെല്ല് നിവർന്ന് ഷോൾഡർ ഭാഗമൊക്കെ നല്ലവണ്ണം അയവ് വരുത്തണം. സ്വയം നോക്ക് നിങ്ങൾ ഇരിക്കുന്നത്. പുറകോട്ട് ചാഞ്ഞും ഇരിക്കരുത്, മുന്നോട്ട് കുനിഞ്ഞും ഇരിക്കരുത്. ആ ഇരിപ്പ് വളരെ കറക്റ്റായിട്ടിരിക്കണം. നെഞ്ചുഭാഗത്തൊക്കെ ഒരുപാട് സ്ട്രെസ് കൊടുക്കരുത്. ഹാർട്ടൊക്കെ കേടുവരുത്തരുത്. കാരണം 74,000 വെയിനിലൂടെ പ്രാണനെ കടത്തിവിടുകയാണ്. അതൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ കേടുവരുത്തും. അതുകൊണ്ട് നിവർന്നിരുന്ന്, ബലം കൊടുക്കാതെ നിവർന്നിരുന്ന് സ്വയം കഴുത്ത് ഭാഗം, നെഞ്ചുഭാഗം, ഷോൾഡറൊക്കെ ലൂസാക്കി അരക്കെട്ട് നല്ലോണം ഉയർത്തുക. എവിടെയെങ്കിലും ബലം കൊടുക്കുന്നുണ്ടോ നോക്കുക ശരീരത്തിന്. പുറകോട്ടാണ് ചാഞ്ഞിരിക്കുന്നെങ്കിൽ ബലം കൊടുത്തിട്ടുണ്ടാവും. മുന്നോട്ട് കുനിഞ്ഞിരിക്കുമ്പോഴും അല്ലെങ്കിൽ മുന്നോട്ട് ചാഞ്ഞിരിക്കുമ്പോഴും ബലം കൊടുക്കും. ഒട്ടും ബലം കൊടുക്കരുത്. നട്ടലിൽ തന്നെ ശരീരം, നമ്മുടെ ഉടല്, ഈ ശരീരത്തിന്റെ മേൽഭാഗമൊക്കെ ആ നട്ടലിൽ തന്നെ നിൽക്കട്ടെ. മാക്സിമം നിവർന്നിരുന്ന് നെഞ്ചുകൊണ്ട് പതുക്കെ ശ്വാസം എടുക്കുക. നെഞ്ച് പതുക്കെ ഉയർത്തണം. നിങ്ങൾക്ക് ഫീൽ ചെയ്യണം നിങ്ങളുടെ ലങ്സ് മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു വരുന്നത്. ഹോൾഡ് ചെയ്യുക, ഇടത്ത് ഹോൾഡ് ചെയ്യുക. വയറ് പതുക്കെ അകത്തേക്ക് വലിക്കുക. പതുക്കെ നെഞ്ച് താഴോട്ട് ഇറക്കി വയറിനെ മുകളിലേക്ക് ഉയർത്തി ഉള്ളിൽ നിന്ന് ശ്വാസം മുഴുവൻ പുറപ്പിക്കുക. വീണ്ടും പതുക്കെ നെഞ്ചുയർത്തി ശ്വാസം ഉള്ളിലേക്ക് മാക്സിമം എടുക്കുക. ശ്വാസത്തെ അവിടെ പിടിച്ചു നിർത്തുക. വയറ് പതുക്കെ ഉള്ളിലേക്ക് വലിക്കണം. പതുക്കെ നെഞ്ച് താഴോട്ട് ഇറക്കണം. വയറിനെ പതുക്കെ മേലോട്ട് ഉയർത്തി ശ്വാസം പുറത്തേക്ക്. വീണ്ടും നെഞ്ച് പതുക്കെ ഉയർത്തി ശ്വാസം മാക്സിമം ഉള്ളിലേക്ക് എടുക്കുക. വയറ് പതുക്കെ ഉള്ളിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് വയറ് മുകളിലേക്ക് ഉയർത്തുന്നു. നെഞ്ച് പതുക്കെ താഴോട്ട് ഇറങ്ങുന്നു. വയറൊന്നുകൂടി മുകളിലേക്ക് ഉയർത്തി ശ്വാസം പുറത്തേക്ക് വിടുക. നിങ്ങൾ ഈ ചെയ്യുന്നത് വലിയൊരു ക്ലീനിങ് പ്രോസസ്സാണ്. ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്ന സകല അപകടകാരികളായിട്ടുള്ള ഗ്യാസുകളും പുറത്തേക്ക് കളഞ്ഞ് ശരീരത്തെ നമ്മളൊന്ന് കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്തെടുക്കുക. അപ്പൊ നിങ്ങളുടെ സെല്ലുകളിലേക്കൊക്കെ പ്രാണനും ബ്ലഡും ഓക്സിജനും ഒക്കെ എത്തിച്ചു നിൽക്കുന്നത്. നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയാണ് നിങ്ങൾ ബൂസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഒരു വലിയൊരു, എന്താ പറയുക, നമ്മൾ കോവിഡിനൊക്കെ വാക്സിനേഷൻ എടുത്ത പോലെ ഇതൊരു വാക്സിനേഷനാണ്. നിങ്ങളുടെ ശരീരത്തിന്റെ പ്രതിരോധം നിങ്ങൾ 10 മടങ്ങ് വർദ്ധിപ്പിച്ചിരിക്കുക. ബ്ലഡിന്റെ pH ഫാക്ടർ, അതായത് ബ്ലഡിലെ ഓക്സിജൻ ലെവൽ കൂടുന്നു. നിങ്ങളുടെ ശരീരത്തിലുള്ള ടോക്സിൻ ഗ്യാസ് പുറത്തു പോകുന്നു. നിങ്ങളുടെ സെല്ലുകളിൽ, എല്ലാ സെല്ലുകളിലേക്കും ഗ്ലൂക്കോസ് എത്തിക്കുന്നു. സെല്ലുകൾക്ക് വേണ്ടുന്ന പ്രാണവായു എത്തിക്കുന്നു. അങ്ങനെ നിങ്ങൾ ഇമ്മ്യൂണിറ്റി, നിങ്ങളുടെ പ്രതിരോധത്തെ ബൂസ്റ്റ് ചെയ്തെടുത്തിരിക്കുക. ഇനി നമുക്ക് ഓങ്കാരം ചൊല്ലാം. ഇതൊരു 7, 8, 9 പ്രാവശ്യമൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാം. വീട്ടിൽ വാതിലൊക്കെ തുറന്നിട്ടിട്ട്, കാരണം വാതിൽ അടച്ചു വെച്ചാൽ അന്തരീക്ഷത്തിൽ ഉള്ള ഓക്സിജൻ കയറിയിട്ടില്ലെങ്കിൽ ആ ഉള്ളിലുള്ള വീട്ടിനകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയായിരിക്കും ഉള്ളിലേക്ക് കയറുന്നത്. അപ്പൊ നല്ല വാതിലും ജനവാതിലൊക്കെ തുറന്നിടണം. അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ വന്ന് ഈ കാര്യം ചെയ്യണം. കാരണം ക്ഷേത്രത്തിൽ ആരൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ശുദ്ധമായ വായു. ഇനി ഓങ്കാരം നീട്ടിച്ചെല്ലണം. ശ്വാസം നല്ലവണ്ണം ഉള്ളിലേക്ക് എടുക്കുക. ഒരുമിച്ച് ചെല്ലാം. ഓ
നേരത്തെ പറഞ്ഞതൊന്നും മറക്കരുത്. അരക്കെട്ട് നല്ലവണ്ണം ഉയർന്നിരിക്കണം, കുനിയാനേ അനുവദിക്കരുത്. നെഞ്ച്, കഴുത്ത്, ഷോൾഡർ, കഴുത്ത് നല്ലവണ്ണം അയവ് വരുത്തണം. ശരീരത്തിൽ എവിടെയും ഭാരം കൊടുക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ ഒരു പോസ്ചർ ക്ലിയർ ആയാൽ നിങ്ങൾ ചൊല്ലുന്ന നിങ്ങളുടെ മന്ത്രം, നിങ്ങളുടെ ജീവിത മന്ത്രം, അതായത് നിങ്ങൾ ജീവിതത്തിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും അനുഷ്ഠാന മന്ത്രം, മന്ത്രദീക്ഷ എടുത്തിരിക്കുന്ന മന്ത്രം, അത് ചൊല്ലുക. അതിലങ്ങനെ മുഴുകി അലിഞ്ഞ് ലയിച്ച് രസിച്ച് മനസ്സ് ആ മന്ത്രം തന്നെ ചൊല്ലുന്നു എന്ന് ശ്രദ്ധിക്കുക. വീണ്ടും ശ്വാസം നല്ലവണ്ണം ഉള്ളിലേക്ക് എടുക്കണം. ഒരുമിച്ച് ഓംകാരം. ഓ അരക്കെട്ട് നിവർന്നിരിക്കണം. കഴുത്ത്, നെഞ്ചുഭാഗം, ഷോൾഡറൊക്കെ നല്ല അയവ് വരുത്തണം. ശരീരത്തിന് എവിടെയും ഭാരമില്ല എന്ന് ഉറപ്പുവരുത്തണം. എന്നിട്ട് മനസ്സ് ചൊല്ലുന്ന മന്ത്രത്തിൽ, അതായത് അനുഷ്ഠിക്കുന്ന മന്ത്രത്തിൽ ഉറപ്പിച്ചുകൊണ്ടത് ചൊല്ലി അത് ആസ്വദിക്കുക. നിങ്ങൾ ആ നാമത്തിന്റെ ഒരു കമ്പനിയിൽ അങ്ങനെ ഇരിക്കുക. മനസ്സ് ജപിക്കുന്നു, നിങ്ങൾ ശ്രദ്ധിക്കുന്നു, നിങ്ങൾ അതിൽ അലിയുന്നു, നിങ്ങളത് ആസ്വദിക്കുന്നു. വീണ്ടും ശ്വാസം പതുക്കെ നല്ലവണ്ണം ഉള്ളിലേക്ക് എടുക്കണം, എന്നാലേ നീക്കി ചൊല്ലാൻ പറ്റുള്ളൂ. ഒരുമിച്ച് ഓംകാരം. ഓ ഉയർന്നിരിക്കണം. അരക്കെട്ട് ഉയർന്നിരിക്കണം, കുനിയാൻ അനുവദിക്കരുത്. നെഞ്ച്, കഴുത്ത്, ഷോൾഡർ ഭാഗങ്ങളൊക്കെ നല്ലവണ്ണം അയവെടുക്കണം. ശരീരത്തിന് സീറോ വെയിറ്റ്, ഒട്ടും വെയിറ്റ് തോന്നരുത്. എവിടെയും ബലം കൊടുക്കരുത്, പിടിക്കരുത്. ഒരു ഭാരം തോന്നരുത്. ഭാരമുണ്ടെങ്കിൽ അതിനർത്ഥം കുനിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇനിയും നടു നിവർക്കാനുണ്ട്, അപ്പോഴാണ് ഭാരം കുറയുക. മനസ്സിൽ ചൊല്ലേണ്ട നാമങ്ങൾ ചൊല്ലണം. സമയത്തിന്റെ കുറവുള്ളത് കൊണ്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യണം. ചൊല്ലുന്ന മന്ത്രങ്ങൾ ഏറ്റുചൊല്ലാം. ഓം ഭൂർഭുവസ്സുവഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്സുവഃ
തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്സുവഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ത്ര്യംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാ. ഓം സഹനാ ഭവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. കൈ നല്ലവണ്ണം തിരുമ്മി ചെറിയൊരു ചൂടൊക്കെ ഫീൽ ചെയ്യുമ്പോ കണ്ണു തുടയ്ക്കുക, മുഖം തുടയ്ക്കുക. രണ്ടു വശത്തേക്കും കണ്ണൊന്ന് നല്ലോണം തുടയ്ക്കുക, മുഖവും തുടച്ച് കൈ വിരലുകൾക്ക് ശക്തി കൊടുക്കണം. നല്ല ശക്തിയിലടിക്കണം. എത്ര ശക്തിയിലടിക്കാൻ പറ്റും അത്രയും ശക്തിയിൽ. അങ്ങനെ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ സ്ട്രോക്ക് അങ്ങനെയുള്ള പല മാനസിക രോഗങ്ങൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ഇല്ലേ? പല മനസ്സിൽ തലച്ചോറിലുണ്ടാവുന്ന രോഗങ്ങളാണ് ഇന്ന് ഇൻസോമിയ എന്ന് പറയും, ഡിപ്രഷൻ എന്ന് പറയും, അൽഷീമിയസ് എന്ന് പറയും. കേട്ടില്ലേ? ഇതൊക്കെ തലയ്ക്കകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതുപോലെ സ്ട്രോക്ക്, പിന്നെ വേറൊരു കുഴപ്പമാണ് പാർക്കിൻസൺ, ഡിമെൻഷ്യ, മറവി. ഇതെല്ലാം രോഗങ്ങളാണ് ഇപ്പം വരുന്നത്. ഡെയിലി നിങ്ങൾ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യൂ. നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മരിക്കുന്നത് വരെ മെമ്മറി നിലനിർത്താൻ സാധിക്കുന്നതന്നെ വലിയ കാര്യം. മെമ്മറി പോയാൽ മറ്റുള്ളവരെ ആശ്രയിക്കണം ഇല്ലേ? വലിയ തലവേദനയാണ്. ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഒരിക്കലും തുടങ്ങാം. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നിശമിക്കില്ല. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നിശമിക്കില്ല. നിത്യം ഗുരുവേ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. നിത്യം ഗുരുവേ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. താപജപത്തിൽ മുഴുകാതാർക്കും ഈശനിലെത്താനാവില്ല. ജ്ഞാനജപത്തിൽ മുഴുകാതാർക്കും ഈശ്വരിലെത്താനാവില്ല. ഭക്തിരസത്തിൽ ലയിക്കാനാർക്കും അവസ്ഥലയില്ല. ഭക്തിരസത്തിൽ ലയിക്കാനാർക്കും മുക്താവസ്ഥ ലഭിക്കില്ല. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നിശമിക്കില്ല. ഹരിയുടെ
കേട്ടില്ല. നിത്യം ഗുരുവേ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. ജ്ഞാനജപാദികൾ ചെയ്തിടാത്തൊൻ ആനന്ദാമൃതമുന്നില്ല. ജ്ഞാനജപാദികൾ ചെയ്തിടാത്തോ ആനന്ദാമൃതമുന്നില്ല. ഇതൊന്ന് ശരിയാക്കും. കംപ്ലീറ്റ്ലി ഭയങ്കര പോക്കും വിളിയൊക്കെ ഉണ്ട്. ഇതിന്റെ ട്രിപ്പിളൊക്കെ കുറയ്ക്കും. ഭയങ്കര ബാസൊക്കെ കൂട്ടിയിട്ടിട്ടേ ആകെ ഒരു ഡിസോർഡർലി ശബ്ദം വരുന്നു. ഒരു നോർമൽ സൗണ്ട് വെക്കില്ല അവരുടെയും. ഭയങ്കര ഒരു തലയ്ക്ക് തലവേദന എടുക്കുന്ന ശബ്ദം വരിക. ധ്യാന ജപാദികൾ ചെയ്തിടാത്തൊൻ ആനന്ദാമൃതമുന്നില്ല. ജ്ഞാനജപാദികൾ ചെയ്തിടാത്തോ ആനന്ദാമൃതമുന്നില്ല. ധർമ്മം ദയയും കൂടാതെ സത്കർമ്മം ചെയ്യാൻ കഴിയില്ല. ധർമ്മം ദയയും കൂടാതെ സത്കർമ്മം ചെയ്യാൻ കഴിയില്ല. ഹരിയുടെ കാലിൽ വീഴാതാക്കും പരിതാപാഗ്നി ശമിക്കില്ല. ഹരിയുടെ കാലിൽ വീഴാതാക്കും പരിതാപാഗ്നി ശമിക്കില്ല. നിത്യം ഗുരുവേ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. നിത്യം ഗുരുവേ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. സംഘം മുഴുവനുപേക്ഷിക്കാതെ സംസാരാഗ്നി കെടുകില്ല. സംഘം മുഴുവനുപേക്ഷിക്കാതെ സംസാരാഗ്നി കെടുകില്ല. ഉള്ളിലസൂയയൊഴിഞ്ഞിടാതെ ഭഗവാൻ നേരിൽ വരുകില്ല. ഉള്ളിലസൂയയൊഴിഞ്ഞിടാതെ ഭഗവാൻ നേരിൽ വരുകില്ല. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നി ശമിക്കില്ല. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നി ശമിക്കില്ല. നിത്യം ഗുരുവേ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. നിത്യം ഗുരുവേ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. ഈശനെ ദർശിക്കാതെ നേരെന്താണെന്നറിയില്ല. ഈശനെ ദർശിക്കാതെ നേരെന്താണെന്നറിയില്ല. എല്ലാം ഈശ്വരനെന്നറിയാതെ അല്ലലോടുക്കാൻ വഴിയില്ല. എല്ലാം ഈശ്വരനെന്നറിയാതെ അല്ലലൊടുക്കാൻ വഴിയില്ല. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നി ശമിക്കില്ല. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നി ശമിക്കില്ല. നിത്യം ഗുരുവേ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. നിത്യം ഗുരുവേ വണങ്ങാതാർക്കും
ഭക്തനു തുണയും തോഴനു താങ്ങും ഭഗവാനല്ലാതില്ല. ഈശ്വരൻ നമ്മോടൊത്തുള്ളപ്പോൾ ആശ്രയമറ്റവരാണോ നാം? ഈശ്വരൻ നമ്മോടൊത്തുള്ളപ്പോൾ ആശ്രയമറ്റവരാണോ നാം? ഹരിയുടെ കാലിൽ വീഴാതാകും പരിപാപാഗ്നി ശമിക്കില്ല. ഹരിയുടെ കാലിൽ വീഴാതാകും പരിതാപാഗ്നി ശമിക്കില്ല. നിത്യം ഗുരുവെ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. നിത്യം ഗുരുവെ വണങ്ങാതാകും നിർവാണ സുഖം കിട്ടില്ല. 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഗോപാലം ഗോവിന്ദം മമ ജീവനം. 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 ഗോവിന്ദം മമ ജീവനം ഗോപാലം 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 മമ ജീവനം. ഗോവിന്ദ ഗോപാല ഗോവിന്ദം 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 മമ ജീവനം. ഗോവിന്ദം മമ ജീവനം ഗോപാലം 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 മമ ജീവനം. ഹരേ രാമ ഗോപാലം ഗോവിന്ദം 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 മമ ജീവനം. ഗോവിന്ദം മമ ജീവനം ഗോപാലം മമ ജീവനം. ഗോവിന്ദം മമ ജീവനം ഗോപാലം മമ ജീവനം. ഗോവിന്ദ ഗോപാല ഗോവിന്ദം 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 മമ ജീവനം. ഗോവിന്ദം മമ ജീവനം ഗോപാലം 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 മമ ജീവനം. ഗോവിന്ദം മമ
മമ ജീവനം ഗോപാലം മമ ജീവനം ഗോവിന്ദം 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 ജീവനം ഗോപാലം മമ ജീവനം ഗോവിന്ദം മമ 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 ജീവനം ഗോപാലം മമ ജീവനം ഗോവിന്ദ ഗോപാല ഗോവിന്ദം മമ ജീവനം ഗോവിന്ദ ഗോപാല ഗോവിന്ദം മമ ജീവനം ഗോവിന്ദം മമ ജീവനം ഗോപാലം മമ ജീവനം ഗോവിന്ദം മമ ജീവനം ഗോപാലം മമ ജീവനം ഹരേ രാമ ഗോപാലം ഗോവിന്ദം മമ ജീവനം ഹരേ രാമ ഗോപാലം ഗോവിന്ദം മമ ജീവനം ഗോവിന്ദം മമ ജീവനം ഗോപാലം മമ ജീവനം ഗോവിന്ദം മമ ജീവനം ഗോപാലം മമ ജീവനം ഗോവിന്ദം മമ ജീവനം ഗോപാലം മമ ജീവനം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം എല്ലാവരും ഏറ്റുചൊല്ലണം. സംസാര സാഗരേ മഗ്നം സംസാര സാഗരേ ദീനം മാം കരുണാനിധേ ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധരപവാർണവ മാമുദ്രരഭവാർണവ ശ്രീമദ്ഭാഗവതാഖ്യോയം ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ മുക്തിയർത്ഥം ഭവസാഗരേ മനോരഥോ മദീയോയം മനോരഥോ മദീയോയം സഫല സർവദാ ത്വയാ സഫല സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യ നിർവിഘ്നേനൈവ കർത്തവ്യ ദാസോഹം തവ കേശവ ദാസോഹം തവ കേശവ ശുകരൂപ പ്രബോധജ്ഞ ശുകരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ സർവശാസ്ത്ര വിശാരദ കഥാ പ്രകാശേന ഏതൽ കഥാ പ്രകാശേന ജ്ഞാനം വിനാശയ മദജ്ഞാനം വിനാശയ കൃഷ്ണായ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ
ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഗോവിന്ദായ നമോ നമഃ. നമോസ്തുതേ മഹായോഗിൻ നമോസ്തുതേ മഹായോഗിൻ പ്രപന്നമനുഷാധിമാ പ്രപന്നമനുഷാധിമാ യഥാ ത്വച്ചരണാംബോധേ യഥാ ത്വൽചരണാംഭോജേ സ്യാലനപായനീ ഹൃദിസ്യാലനപായിനി നാമസങ്കീർത്തനം യസ്യ നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം തം നമാമി ഹരിം പരം പ്രണാമോ ദുഃഖശമന പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം തം നമാമി ഹരിം പരം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരീ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതവത്സല ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം 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 സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സച്ചിദാനന്ദ രൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ ജന്മാദ്യസ്യേതോന്മയാദിതരച്ചാത്വേഷ വിഘ്നസരാട് തേനേ ബ്രഹ്മഗതായാദേവേ മുഖ്യന്തിയൽ സൂര്യ തേജോ വാരിമതാമിതാവിരിമയോ സർഗോംഷാം ദാംനാസേന സദാ നിരസ്തകുകം സത്യം പരം ധീമഹി ധർമ്മപ്രോജിതപുത്രപരമോ മത്സരാണം സദാം വേദ്യം വാസവം വസ്തിവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മാമുനികൃതേ കിം വാ പരിരീശ്വര സദ്യോ ഹൃത്യവിരുദ്ധരേ ശുശോഷിവിത്തക്ഷണാൽ നിഗമകൽപതരോർക്കളിതം ഫലം ശുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഗോ രസികാപുവിഭാവുകാം യം പ്രവ്രജന്തമരവേദമവേദകൃത്യം ദ്വൈപായനോഭിരകാദരാജകാവ പുത്രേതി തന്മയതയാ തരവോ വിനേതു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി യസ്വാനുഭാവമഖിലശ്രുതിസാരമേകമധ്യാത്മദീപം അതിതിദീക്ഷതം തമോന്തം സംസാരിണം കരുണയാക പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാൻ ഗുരും മുനീനം നാരായണം നമസ്കൃത്യ നരം ജീവനരുത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയം ഉദീരയ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.
ഓം നമോ ഭഗവത്തെ വാസുദേവായ. ശ്രീഗണേശായ നമ. ശ്രീകൃഷ്ണായ നമ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം 69 അധ്യായം. ഓം നമോ ഭഗവത്തെ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവത്തെ ദശമസ്കന്ധേ 69 ശ്രീശുക ഉവാച. നരകം ശ്രുത്വാ തഥോദ്വാഹം ച യോഷിതാം കൃഷ്ണേനൈകേന ബഹ്വീനാം തദ്ദിദൃക്ഷുസ്മ നാരദ. ചിത്രം ബതൈതൽ ഏകേന വപുഷാ